നമസ്തേ. 4/7/2025 വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലം ആണ് നമ്മൾ നോക്കുന്നത്. മേടം, ഇടവം, തുലാം രാശിക്കാർക്ക് ശുഭവും, മിഥുനം, കന്നി, മകരം രാശിക്കാർക്ക് മധ്യമവും, ചിങ്ങം, ധനു, കുംഭം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചികം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള സമയം ആണ്. എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഒന്നെങ്കിൽ എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്കാണ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കണം. ഒടക്കാലി ജ്യോതിഷം എന്ന ചാനൽ എടുത്ത് നോക്കിയാലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഇന്നലെയും വിളിച്ചിട്ട് കുറേ ദിവസമായിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല, നിങ്ങളുടെ വീഡിയോ കിട്ടുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. എന്താണ് ദിവസം കമൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, ദിവസം എന്തെങ്കിലും കമൻറ്റ് ചെയ്യാമെന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അമ്മേ നാരായണ, ദേവി നാരായണ, കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ, നോ പ്രോബ്ലം. പക്ഷെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്കിലാണത് കിട്ടുകയുള്ളൂ. കിട്ടണില്ല എന്ന് എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരണമെങ്കിൽ അത് വേണം. അതല്ലെങ്കിൽ എൻ്റെ ചാനൽ എടുത്ത് നോക്കണം. ഇനി മറ്റൊരു കാര്യം, ഇത് വ്യക്തിപരമായ ഫലമല്ല, പൊതുവായ ഫലമാണ്. ചന്ദ്രാദീശ രാശിഫലം. വ്യക്തിപരമായ ഫലം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യാം. അതിനൊരു ഫീസുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഫീസ് പറയാത്തതിൻ്റെ കാരണം എന്തൊക്കെ അറിയണം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഫീസ് പറയുക എന്നുള്ളത് കൊണ്ട് ആണ് ഫീസ് ഇതിലൂടെ പറയാൻ നിർവാഹമില്ലാത്തത്. ആവശ്യമുള്ളവർക്കൊന്ന് വിളിച്ച് ചോദിച്ചാൽ അറിയാവുന്ന കാര്യമേ അതുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഈ ഈശ്വര ചിന്ത, നാമജപം മനസ്സിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനോട് അടുക്കുന്നു എന്ന് എങ്ങനെ അറിയാം എന്നൊരാൾ വിളിച്ച് ചോദിച്ചു. ഒരു മാർഗവുമില്ല. ഭഗവാനോട് നമ്മൾ അടുക്കുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങനെ കഴിയുന്നതല്ല. അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പല ജീവികളോടും പലതിനോടും കരുണ തോന്നാൻ തുടങ്ങും മനസ്സിൽ. അത് ഭഗവാനോട് നമ്മൾ കൂടുതൽ അടുക്കുന്നതിൻ്റെ ഒരു ലക്ഷണം. ആരോടും വലിയ വെറുപ്പൊന്നുമില്ലാത്ത ഒരവസ്ഥ പതുക്കെ പതുക്കെ സംജാതമാകും. അത് ഭഗവാനോട് കൂടുതൽ അടുക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മളോട് വെറുപ്പുള്ളവരോട് പോലും, നമ്മളെ വെറുക്കുന്നവരോട്, അല്ലെങ്കിൽ മുൻകാലത്ത് നമ്മളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നവരോട് പോലും മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത ഒരവസ്ഥ കുറേശ്ശെ ഉണ്ടായി വരും. അതും ഈ നമ്മൾ ഈശ്വരനോട് അടുക്കുന്നതിനോടുള്ള ഒരു ലക്ഷണമാണ്. പിന്നെ നമ്മുടെ ഭൂമിയിലുള്ള ജീവികളോട്, പല ജീവികളോടും ഒരു കരുണ, ദയ ഒക്കെ തോന്നും. പിന്നെ വൃക്ഷങ്ങൾ പോലുള്ള വെട്ടി നശിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ വെട്ടിക്കളയുമ്പോൾ, ഒടിച്ചു കളയുമ്പോൾ, അതൊക്കെ അനിവാര്യമാണെങ്കിൽ പോലും അത് വെട്ടുമ്പോൾ മനസ്സിനൊരു വിഷമവും പ്രയാസവും അനുഭവപ്പെടും. ഇങ്ങനെ എന്തിനോടും ഒരു മമത, നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ പോലും, ഇല്ലാഞ്ഞിട്ട് പോലും ഒരു സ്നേഹം തോന്നും. അതുപോലെ കാക്ക, പൂച്ച, ഇങ്ങനെയുള്ള നമ്മൾ അതിനൊക്കെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുക. ഇങ്ങനെയൊക്കെ മനസ്സിന് എല്ലാ ജീവികളോടും, സഹജീവികളോടും, എല്ലാത്തിനോടും ഒരു കരുണയും ദയയും ഒക്കെ തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ ഈശ്വരനോട് അടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരനോട് അടുക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് ഇതൊക്കെ പറയാം. പിന്നെ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും
നമ്മുടെ മനസ്സിനെ അത് ബാധിക്കാതിരിക്കുകയും നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സ്വമേധയാ രൂപപ്പെടുകയും നമ്മുടെ പ്രയത്നത്തിനനുസരിച്ച് രൂപപ്പെടുകയും ചെയ്യുക. ചിലർ എത്രയും പ്രയത്നിച്ചാലും ആ സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ പ്രയത്നത്തിനനുസരിച്ച് നമ്മുടെ കർത്തവ്യങ്ങൾ തീർക്കുന്നതിനാവശ്യമായത് അത്രയുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുക, ധനപരമായിട്ടാണെങ്കിലും മറ്റെന്ത് രീതിയിലാണെങ്കിലും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതും അത് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വന്നു തുടങ്ങി എന്നതിൻ്റെ ലക്ഷണവുമാണ്. ദൈവത്തോട് അടുക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണവും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വന്നു തുടങ്ങി എന്നതിൻ്റെ ലക്ഷണവുമാണ് ഞാനീ പറഞ്ഞത്. ഇത് ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരും നാമം ജപിക്കാനും ഒക്കെ തുടങ്ങുക. ഈ വക കാര്യങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. ഇതൊരാൾ ചോദിച്ചതുകൊണ്ട് അത് പൊതുവെ പറയണം എന്ന് തോന്നിയത് കൊണ്ട് പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുടെ കമൻറ്റുകളും നിങ്ങൾ പ്രധാനമായിട്ടും ഇടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അതിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടൻ രാശി. മേടൻ രാശിക്ക് ശുഭകരമായ ഒരു ദിവസമാണ് ഇത്. ആത്മവിശ്വാസം, അതേപോലെ അലസതയൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുക, ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുണ്ടാകുക, ശരീരത്തിനൊക്കെ ഒരു ഉണർവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. മനസ്സ്, ബുദ്ധി ഒക്കെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയരെ മേടൻ കൂറുകാർക്ക് അനുകൂലമാണ്. അതേപോലെ അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു കഴിവും ഉണ്ടാകും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വേണ്ടപ്പെട്ടവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അവർക്ക് വലിയ ദോഷമില്ലാത്തൊരു സമയത്തിലേക്ക് എത്തുന്ന ഒരു ദിവസം ഈ ഒരു ദിവസം അങ്ങനെയുള്ളതായിരിക്കും. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതിൻ്റെ നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുമായിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. കുടുംബത്തിൽ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും. തൊഴിൽ രംഗവും അനുകൂലമല്ല. പിന്നെ 7.5 ശനി കാലഘട്ടമാണ്. ഇപ്പം ശനി ജാതകത്തിൽ അനുകൂലമല്ലാതെ നിൽക്കുന്നവർക്കും കൂടെ ആണെങ്കിൽ മേടക്കൂറുകാർക്ക് കുറച്ച് ദോഷം കൂടും എന്നുള്ളത് കൊണ്ട് ജാതകത്തിലെ ആ ശനിയുടെ സ്ഥാനങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളവർ അതുകൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ശുഭകരമായ ദിവസം തന്നെയാണ്. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. അലസത ഉണ്ടാവും. എന്തിനോടും ഒരു സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവും. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. പക്ഷേ പിത്തസംബന്ധമായ അസുഖങ്ങളുള്ളവരും ശ്രദ്ധിക്കണം. മാതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീയരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരത്ര അനുകൂലമൊന്നുമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായ കലഹം ഉണ്ടാകും. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ അനുകൂലമല്ല. ഇടവക്കൂറുകാർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അത്ര വേണ്ട രീതിയിൽ മനസ്സിലാക്കിയെന്ന് വരില്ല. അതുകൊണ്ട് അതിൻ്റെ ചില പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ, വളരെ കരുതലോടെ ഉപയോഗിക്കാനായിട്ട് ഇടവക്കൂറുകാർ ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ സമയമൊന്നുമല്ല. വിദ്യാർത്ഥികൾ അവരുടെ സുഹൃത്തുക്കളെ വളരെ ശ്രദ്ധയോടെ വേണം കാണുവാൻ. അതുപോലെ അവരുടെ മാതാപിതാക്കളും ശ്രദ്ധിക്കണം ഈ വിദ്യാർത്ഥികളായിരിക്കുന്നവരെ. ധനപരമായി നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇടവക്കൂറുകാർക്ക്. അംഗീകാരമൊക്കെ കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്.
മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി ധനച്ചെലവും വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. കുടുംബത്തിൽ കുറച്ച് സാമ്പത്തികമായ അധിക ചിലവ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ കുടുംബത്തിൻ്റെ വീട് മുതലായ കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങളും ഉണ്ടാകാൻ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുണ്ട്. ജീവിത പങ്കാളി മക്കളും അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖലയിലും അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. തൊഴിലാളികളിൽ നിന്നൊക്കെ അംഗീകാരങ്ങൾ ഉണ്ടാകും. എന്നാൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും തൊഴിൽ രംഗത്ത് ശ്രദ്ധിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒരു കാരണവശാലും ഇടവൻ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മിഥുനക്കൂറ് മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യ കാര്യത്തിൽ അത്ര മേന്മയില്ല. അതുപോലെ മനസ്സിനും ബുദ്ധിക്കും അത്ര അനുകൂലവുമല്ല. മാതൃപിതൃസ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതൃപിതൃസ്ഥാനീയരോട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദഹനക്കുറവ്, വിളർച്ച തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കൂടെ ഉണ്ട്. പൊതുവെ ഒരു ആരോഗ്യകാര്യത്തിൽ ഒരു പ്രതിരോധ ശക്തി കുറവ് മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകും. ആസ്മ, മാനസിക അസ്വസ്ഥത, ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. ഗർഭാവസ്ഥയിലുള്ളവരും ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ ഒരു പരിധി വരെ പറഞ്ഞു തീർക്കാൻ മിഥുനക്കൂറുകാർക്ക് അനുകൂലമായ സമയമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ വരും. കുടുംബത്തിൽ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് കുടുംബത്തിൽ ചെറിയ ഒരു സ്വസ്ഥത കുറവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയേറിയതൊന്നുമല്ല. തൊഴിലാളികളിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം മനസ്സിന് പ്രയാസകരമായ അവസ്ഥ തൊഴിൽ രംഗത്ത് ഉണ്ടാകാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടക രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല. പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. ശരീരത്തിനൊരു ക്ഷീണം, എല്ലാ കാര്യത്തിലും ഒരു തളർച്ച, പ്രതിരോധ ശക്തി ഇല്ലായ്മ ഒക്കെ അനുഭവപ്പെടുന്നൊരു ദിവസമാണ്. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിലുണ്ടാവില്ല. അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കർക്കിടകക്കൂറുകാരിപ്പോൾ. കാരണം ആവശ്യമില്ലാത്തിടത്ത് ചെന്ന് അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കുന്ന ഒരു സ്വഭാവം ഒന്ന് കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കണം. അവിടെ ചെന്ന് എന്തെങ്കിലും നോക്കിയാൽ അത് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവുകയും എന്തെങ്കിലും പറയേണ്ടി വരികയും ചെയ്താൽ അത് നമുക്ക് ബാധ്യതയോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ആകുന്ന അവസ്ഥയിലേക്ക് വരാം. അതുകൊണ്ട് അത് കർക്കിടകക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. ധനപരമായ കാര്യങ്ങൾ വളരെ നഷ്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. മക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. അതിൻ്റെ ഒരു മേന്മ ഉണ്ടാകും. കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ കിട്ടും. പക്ഷേ അത് ജീവിത പങ്കാളിയിൽ നിന്ന് മാത്രമായിരിക്കും. മക്കളിൽ നിന്നും മനസ്സിന് പ്രയാസകര അനുഭവം ഉണ്ടാവും. തൊഴിൽ മേഖല ഒട്ടും തന്നെ അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ പ്രയാസങ്ങളുണ്ടാവും.
മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല, സഹപ്രവർത്തകർ തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കാരണം പൊതുവേ സമയം അനുകൂലമല്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക ഒട്ടും അനുകൂലമല്ല. ഈ രാഹുകേതുക്കളൊന്നും അനുകൂലമായ സ്ഥലത്തല്ല കിടക്കുന്നത്. അത് കൊണ്ട് തന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ അനുചിതമായ സുഖബന്ധങ്ങളെ സൃഷ്ടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർക്ക് ഈ രാഹുകേതുക്കൾക്ക് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കാൻ നല്ല കഴിവുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ്. അങ്ങനെ അവർക്ക് ദോഷകരമായ ദിവസമാണെങ്കിലും ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ടാവും, അതിൻ്റെ മേന്മയുണ്ടാവും. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും, മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ അതേപോലെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആരോഗ്യകാര്യത്തിലൊക്കെ ചെറിയ മേന്മയുണ്ടാവും. എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. മിത്രങ്ങളും ശത്രുക്കളാകുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കടബാധ്യത വരും, മറ്റുള്ളവരുമായി കലഹമുണ്ടാകും, മുൻകോപത്തെ നിയന്ത്രിക്കണം, വാക്കുകളും വളരെയധികം നിയന്ത്രിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയാതിരിക്കാനായിട്ട് ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾ പൊതുവെ അനുകൂലമാണെങ്കിലും ജീവിത പങ്കാളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കന്നിരാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും, ആരോഗ്യമൊക്കെ മേന്മയുള്ളതാണ്, അലസതയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അമിതമായ ആത്മവിശ്വാസം, എടുത്തുചാട്ടം, ഇതൊക്കെ മൂലം ചില അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മനസ്സും ബുദ്ധിയൊന്നും അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് എടുത്തുചാട്ടം മൂലം ചില പ്രയാസങ്ങളുണ്ടാവും, അത് ശ്രദ്ധിക്കണം. അങ്ങനെ അമിതമായ ആവേശമൊന്നും ഒന്നിനും കന്നിക്കൂറുകാർ കാണിക്കരുത് ഈ ദിവസം. മാതൃസ്ഥാനീയർ അനുകൂലമല്ല. എന്നാൽ പിതൃസ്ഥാനീയർ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. അലർജി സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. ആസ്മ, അതേപോലെ മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. ഗർഭാശയ രോഗങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ മറ്റോ ചില കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേണ്ടപ്പെട്ടവരായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുൻകോപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വാക്കുകൾ ഒരു പരിധിവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ മേന്മയും നേട്ടവുമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. പക്ഷെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന ചില ഓർമ്മക്കുറവുകൾ, ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. മക്കളത്ര അനുകൂലമൊന്നുമല്ല. അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. കേസൊക്കെ ഉണ്ടെങ്കിൽ അത് അത്ര അനുകൂലമായിരിക്കാനുള്ള ഒരു സാധ്യത ഇല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. വാഹന സംബന്ധമായൊക്കെ ചെറിയ നേട്ടങ്ങളോ അനുകൂലങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകർ അനുകൂലമല്ല. എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് മേന്മ ഉണ്ടാകുകയും ചെയ്യും. തുലാം രാശി, ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി. തുലാം രാശിക്ക് ഗുണകരമായ ഒരു ദിവസമാണ്, മേന്മയുള്ള ദിവസമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യ കാര്യങ്ങളിലൊരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, വിളർച്ച, പിത്തം, ഉഷ്ണരോഗം, ഇതുകൊണ്ടൊക്കെയുള്ള പ്രയാസങ്ങൾ തുലാം രാശിക്കാർക്ക് ഉണ്ടാവാം. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എല്ലാ കാര്യവും അഭിപ്രായ സ്ഥിരതയോടുകൂടി ചെയ്യാനായിട്ട് കഴിയും. ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ എങ്കിലും അനുഭവപ്പെടും. പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും.
ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുമായി കലഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് സൗമ്യതയോടെ വരാവുന്ന കാലമാണ്. എന്തെങ്കിലും കാര്യങ്ങളാൽ ചെറിയ ശത്രുക്കളൊക്കെ ആയിട്ടുള്ളവരുടെ വീട് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുകയോ അവരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് ആ ശത്രുദോഷത്തെയൊക്കെ മാറ്റി ഒരു സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കാൻ അനുകൂലമായ ഒരു സമയമാണ്. പക്ഷേ സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കി എല്ലാവരും വിശ്വസിച്ചോണമെന്നില്ല കേട്ടോ. അത് അവരെ കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ള അർത്ഥമൊന്നുമില്ല. ചിലർ ചിലപ്പോൾ അവൻ്റെ ഒരു പാഠം പഠിപ്പിക്കാം എന്ന രീതിയിൽ മിത്രമാവുന്നവരും ആവും. എങ്കിലും അവരുടെ ശത്രുതയെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുന്ന ഒരു സമയമായതുകൊണ്ട് ശ്രദ്ധിക്കാം. അതിനൊക്കെ അനുകൂലാവസ്ഥയുള്ളൊരു സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായ സമയമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. കേസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് പൊതുവെ കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാവും. പുതിയ തൊഴിൽ സൃഷ്ടിച്ചെടുക്കുവാനോ പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുവാനോ തൻ്റെ തൊഴിൽ മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനൊക്കെ അനുകൂലമായ സമയമാണ്. അതേപോലെ തൊഴിൽ മേഖലയുടെ പുരോഗതിക്കായി പുതിയ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അല്ലെങ്കിൽ പുതിയ പഠന മേഖലകൾ കണ്ടെത്തുന്നതിലൊക്കെ അനുകൂലമായ സമയം കൂടെയാണ്. പുതിയ വിദ്യകൾ അഭ്യസിക്കാൻ അനുകൂലമായ സമയമാണ്. പൊതുവെ തുലാക്കൂറുകാർക്ക് മേന്മയുള്ള ദിവസമായിരിക്കും. വൃശ്ചികക്കൂറ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല കേട്ടോ. ഈശ്വരാധീനമൊക്കെ ഉണ്ടാക്കിയിട്ട് ജീവിതത്തിൻ്റെ കർമ്മ മേഖലയിലേക്ക് പ്രവർത്തിക്കുക ദിവസം. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊന്നും അത്ര മേന്മ എന്ന് പറയാൻ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചോളം പറ്റില്ല. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ്, അലസത, സംശയദൃഷ്ടി, അനാരോഗ്യം ഇതൊക്കെ കുറച്ച് പ്രയാസം സൃഷ്ടിക്കും. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ബന്ധുക്കൾ അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വാക്കുകൾ അനുകൂലമല്ല. വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ സുഹൃത്തുക്കൾ മൂലം പല പ്രയാസങ്ങൾ, ചതിയൊക്കെ ഏർപ്പെടാം. അതുകൊണ്ട് അവർ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ്. ഈ നാളുകാരായ വൃശ്ചികക്കൂറിലുള്ള കുട്ടികളുള്ള മാതാപിതാക്കൾ വളരെ ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല. അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷം, കലഹം, കടബാധ്യത ഇതൊക്കെ വരാം സാധ്യതയുണ്ട്. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. തൊഴിൽ മേഖലയും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കാരണം പൊതുവെ സമയം അനുകൂലമല്ല. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളും കൂടെ ഉപയോഗിച്ചാൽ വളരെ മോശമാവും. അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര അനുകൂലമായ സമയമല്ല. അലസതയും ആത്മവിശ്വാസക്കുറവും ഒക്കെ ഉണ്ടാവും. എങ്കിലും മനസ്സ് ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാവും. എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. പിതൃസ്ഥാനീയരോട് സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ വളരെ കരുതൽ കൊടുക്കുക. ഒരു മിതത്വം പാലിക്കാനായിട്ടും പ്രത്യേകം ധനുക്കൂറുകാർ ഈ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേണ്ടപ്പെട്ടവരായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളും വരാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കൾ, സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കൾ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല. ശ്രദ്ധിക്കുക. മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറ്
മകരക്കൂറുകാർക്ക് ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും. എടുത്തുചാട്ടത്തെ വളരെയധികം നിയന്ത്രിക്കണം. കാരണം ബുദ്ധി മനസ്സ് എന്നിവ വേണ്ട പോലെ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ വാക്കുകളും അനുകൂലമല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആസ്മ, മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ഉദരരോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ആരുടെയും ഉപദേശം കാര്യമായി സ്വീകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായ നഷ്ടമുണ്ടാകുന്ന സമയമാണ്. മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ നഷ്ടപ്പെടും. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് ഒക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുള്ള ഒരു സമയം കൂടെയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തൊഴിൽ മേഖല പൊതുവെ അനുകൂലമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭൻ രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. പൊതുവെ ആരോഗ്യം അനുകൂലമല്ല, മനസ്സും ബുദ്ധിയും അനുകൂലമല്ല, മാതൃപദ സ്ഥാനീയർ അനുകൂലമല്ല. ഒന്നിനും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ആത്മവിശ്വാസക്കുറവും അലസതയും സംശയവും മൂലം എല്ലാ കാര്യങ്ങൾക്കും ചില പ്രയാസങ്ങൾ കുംഭക്കൂറുകാർക്ക് ഉണ്ടാവും. തൊഴിൽ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം കൂടെ ഉണ്ടാവും. ഇന്ന് ചെയ്യേണ്ട കാര്യം 2 ദിവസം കഴിഞ്ഞ് വിചാരിച്ച് മാറ്റിവെക്കും. അതൊരു ബുദ്ധിമുട്ടാകും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യതയൊക്കെ വർദ്ധിക്കും. മറ്റുള്ളവരുമായി ചെറിയ കലവൊക്കെ ഉണ്ടാവും. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ മോചനം ഉണ്ടാകുകയും ചെയ്യും. എങ്കിലും കലഹസാധ്യതയെ കാണാതിരിക്കരുത്. അതുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് പൊതുവെ കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. എന്നാൽ തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല. മേലുദ്യോഗസ്ഥർ പ്രത്യേകിച്ച് തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അതുമൂലം തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ രംഗത്ത് ചെല്ലരുത്. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള ഒരു ദിവസമാണ് ഇത്. ആരോഗ്യവും മനസ്സും ഒന്നും തന്നെ അനുകൂലമല്ല. ഒരു ആത്മവിശ്വാസവും ഉണ്ടാവില്ല. എല്ലാത്തിനും അലസതയും ക്ഷീണവുമൊക്കെ ആയിരിക്കും. ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവേ അനുഭവപ്പെടും. മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യത കുറച്ച് കൊണ്ടുവരാൻ കഴിയും. എങ്കിൽ പോലും വാക്കുകളെ വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ മീനക്കൂറുകാർക്ക് അനുകൂലമല്ല. അശ്രദ്ധയോടുള്ള വാക്കുകളുടെ പ്രയോഗം, ചില കരാറുകളോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായോ ധനസംബന്ധമായോ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധ കൊടുത്തേ വാക്കുകൾ ഉപയോഗിക്കാവൂ. കാരണം ചെറിയൊരു വാക്കുകൾ പുറത്ത് വന്നാൽ അത് നഷ്ടത്തിൽ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം നഷ്ടം, ധനപരമായ നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കഫരോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. പക്ഷേ മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകാം. തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും ഒന്നും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് മീനക്കൂറുകാർ. ഇത് ഒരു പൊതുഫലമാണ്, ആരുടെയും ജാതകഫലമല്ല. അത് മനസ്സിലാക്കി ഇതിനെ സമീപിക്കണം. ഇത് കൃത്യമായി കേട്ട് ഇത് ഫോളോ ചെയ്ത് ഇതിലെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു പോകുന്നവർക്ക് പൊതുവെ ദോഷമാണെങ്കിൽ പോലും ജീവിതത്തെ ഒരടുക്കം ചിട്ടയോടെ കൊണ്ടുപോകാൻ കഴിയും. അതാണ് ഞാനിത് ചെയ്യുന്നതിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.